ഹലോ കൂട്ടുകാരെ, GVFM വ്ളോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കല്യാണത്തിന് പോകാനുള്ള ധൃതിയില്ലായിരുന്നു. അപ്പോൾ കുറച്ച് മഞ്ഞളും തേനും ഒക്കെ തേച്ച് പിടിച്ചുകൊണ്ട് വെള്ളം കുടിക്കുവാണ്. കല്യാണത്തിന് പോകുമ്പോൾ ഡാർക്ക് അടിച്ച് നിൽക്കാൻ പാടില്ലല്ലോ, കുറച്ച് സുന്ദരിയൊക്കെ ആയിട്ടിരിക്കണ്ടേ. അപ്പം ഇതാട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, കാര്യം ഇത് ഞാൻ തന്നെ തയ്ച്ചാണ്. അപ്പോൾ നമ്മുടെ ഒത്തിരി ദൂരമൊന്നുമില്ല, നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ കല്യാണം വീട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നു, കെട്ട് കഴിഞ്ഞു, പിന്നെ തിരിച്ച് വീണ്ടും മാമൻ്റെ വീട്ടിലോട്ടും തിരിച്ച് വന്നു കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടൊരു രക്ഷയില്ല, അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത ചൂടായിരുന്നു. അങ്ങനെ വന്നു, വെള്ളമൊക്കെ കലക്കി തന്നു മാമി. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു, അവിടെ ഇരുന്നു. പിന്നെ കുറേ നേരം കാറ്റ് കൊണ്ട് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ ഭയങ്കര ചൂടായതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേനും ചെറുക്കനും പെണ്ണൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ നമ്മുടെ പെണ്ണ്, ഷിനി എന്നാട്ടോ പെണ്ണിൻ്റെ പേര്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും നാത്തൂൻ, എൻ്റെ അരുമയ്ക്ക് എരുമയായ നാത്തൂൻ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് അവളെ അറിയാതെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ എന്നെ 2 ചീത്ത പറഞ്ഞു. അതിന് ശേഷം ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സദ്യയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കറി സോയ ആയിരുന്നു കേട്ടോ. സോയ നല്ല ഡ്രൈ റോസ്റ്റ്. അങ്ങനെ നമ്മൾ സദ്യ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ പിന്നെ മാങ്ങ അച്ചാറും ചോറും അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കറി വരാൻ താമസിച്ചുകൊണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പകുതി പപ്പടം മാത്രമായിരുന്നു എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ ചോദിച്ച് മേടിച്ചു, എന്താ എനിക്ക് പകുതി മാത്രം തന്നെ, ഒരെണ്ണം കൂടി വേണം. അപ്പോൾ എനിക്ക് 1.5 പപ്പടം കിട്ടി. അങ്ങനെ 2 സൈസ് പായസം. ഞാൻ ഈ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യം പറയാനുള്ളൂ, ഈ രണ്ടും കൂടിയായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ അടപ്രഥമൻ്റെ ടേസ്റ്റ് പോലും വേറെ ആയിപ്പോയി. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിൽ പോയിട്ട് പിന്നെയും തിരിച്ചു വന്നു. കാര്യം പെണ്ണിറങ്ങാൻ നേരമായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ദക്ഷിണ കൊടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കരഞ്ഞൊരു പരുവ, ഒരു രക്ഷയില്ല, മൊത്തത്തിൽ കരച്ചിലായി. അങ്ങനെ അവൾ അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആ കരച്ചിൽ കണ്ടപ്പം എനിക്ക് എൻ്റെ കല്യാണ ദിവസം തന്നെ ഓർമ്മ, തന്നെ മനസ്സിലൂടെ അങ്ങനെ മിന്നി മാഞ്ഞു. അങ്ങനെ അവൾ കരഞ്ഞൊരു പരുവമായപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെറുതെ ആ മേക്കപ്പ് ഒന്നും കളയില്ലേ എന്നൊക്കെ പറഞ്ഞ്. നമുക്ക് സഹിക്കാൻ പറ്റുമോ? അതല്ലേ, നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, കരഞ്ഞു പോകും. കാര്യം നമ്മൾ ഇത്ര നാൾ നിന്ന് വീട്ടിൽ നിന്ന് നമ്മൾ വേറൊരു വീട്ടിലോട്ട് പോകുമല്ലേ. കരയാത്തവരും കരഞ്ഞു പോകും. പക്ഷേ എൻ്റെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, കരയാതെ തന്നെ പിടിച്ചിരുന്നായിരുന്നു കേട്ടോ. അങ്ങനെ ദക്ഷിണ കൊടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചെറുക്കൻ്റെ കയ്യിലോട്ട് പെണ്ണിനെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ് അടുത്ത് നടക്കാൻ പോകുന്നതാണ്. അപ്പം അതിനു മുമ്പുള്ള ഫോട്ടോ എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ക്യാമറമാനൊക്കെ വന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി കരഞ്ഞു കുളവാക്കരുത് കുട്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ നിന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു മീഷോയിൽ നിന്നൊരു ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് മേടിക്കാൻ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ വെച്ച് സ്കിപ്പാക്കിയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോയി, നമ്മുടെ കൊറിയർ മേടിക്കാനായിട്ട് പോയി. പിന്നെ വീണ്ടും തിരിച്ച് കല്യാണ വീട്ടിലോട്ട് തന്നെ വന്നു. കാര്യം അവളെ യാത്ര അയക്കാനായിട്ട് ഞങ്ങളും കൂടി പോയതാണ്. പിന്നെയോ അതുപോലൊക്കെ തന്നെ കരഞ്ഞു, ബഹളം തന്നെ. കരയരുത് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ കരഞ്ഞു പോകുമല്ലോ. മൊത്തത്തിൽ കരഞ്ഞ് അലങ്കോലമായി ഗൈസ്. ഒരാൾ കരഞ്ഞപ്പോൾ തന്നെ ബാക്കി എല്ലാവരും കരച്ചിൽ. കൂടുതലും അച്ഛൻ വന്നപ്പോഴത്തേനുമാണ് കൂടുതലും കരച്ചിലായത്. അത് കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തപ്പോഴത്തേനും അമ്മ അങ്ങനെ വീണ്ടും കരച്ചിലായി. അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തപ്പോഴത്തേനും മൊത്തത്തിൽ നിന്ന് കൂടുന്നവരെല്ലാവരും അങ്ങനെ ചെറുക്കൻ്റെ കയ്യിലേക്ക് പെണ്ണിനെ പിടിച്ചേൽപ്പിച്ചു. അപ്പോൾ അവർ ഇറങ്ങുവാണ്. അങ്ങനെ യാത്രയപ്പോൾ എല്ലാം കഴിഞ്ഞു. തിരികെ നമ്മൾ വീട്ടിലേക്ക് വന്നു. നമുക്ക് നേരത്തെ വന്ന് കൊറിയറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ബോട്ടിലൊന്നും കുഴപ്പമൊന്നുമില്ല. 2 സ്പ്രേ ബോട്ടിലും 2 അല്ലാതെ മറ്റേ ഓയിൽ മസാജ് ചെയ്യുന്ന ആ സംഭവം കൂടി ഉണ്ടായിരുന്നു. 2 നാത്തൂനും കൊടുത്തു, 2 ഞാനും കൊടുത്തു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ശരിക്കും കുഴഞ്ഞു പോയി. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഓക്കെ, സി യു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.